നമസ്തേ മാന്യപ്രേക്ഷകർക്ക് സാദര നമസ്കാരം. സസ്യങ്ങളുടെ പഠനത്തെ പറ്റിയുള്ള വിഷയത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും പ്രകൃതിക്ക് ഭൂമിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫലവൃക്ഷമാണ് പ്ലാവ്. പ്ലാവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വേരിന് ഏറെ ഗുണമുണ്ട്. അതുപോലെ തന്നെ തടിക്ക് മനുഷ്യന് ആരോഗ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ പ്ലാവിൻ്റെ തടിക്കുണ്ട്. അതുപോലെ ഇലകൾക്കുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള ഫ്രൂട്ട്സായ ചക്കക്കുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരുവിനും ഉണ്ട്. വേനൽക്കാലമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ പ്ലാവിൻ്റെ ചക്ക കഴിക്കാൻ പലരും ശ്രമിക്കുന്നില്ല. നാട്ടിൻപുറങ്ങളിൽ ഈ ചക്കപ്പഴം അല്ലെങ്കിൽ ചക്ക പല രീതിയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ നഷ്ടപ്പെടുത്താതെ പരമാവധി എല്ലാവരും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പരമാവധി ചക്ക കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക. കീടനാശിനി തളിക്കാത്ത രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു ഏറെ ഫലപ്രദമായ ഒരു ഔഷധമാണ്, ഒരു ഔഷധ ഫലവൃക്ഷമാണ് നമ്മുടെ ചക്ക. അപ്പം ഫലവൃക്ഷത്തിൻ്റെ ആ ഫ്രൂട്ട്സ് ഫലം നമ്മൾ ഉപയോഗിക്കുക. ആ പഴം ഉപയോഗിക്കുമ്പോൾ, ആ ചക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രോഗങ്ങൾക്ക് ചക്ക ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ശരീരത്തിലുള്ള ധാതുപുഷ്ടി, അതായത് വിറ്റാമിൻ സിയുടെ കുറവുണ്ടെങ്കിൽ നികത്താം, വിറ്റാമിൻ എയുടെ കുറവുണ്ടെങ്കിൽ നികത്താം, ശരീരത്തിൽ എല്ലാ രീതിയിലും രക്തം വർദ്ധിപ്പിക്കാനും മറ്റുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യവർദ്ധനവിനും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് മാരകമായ ക്യാൻസറിനെ അകറ്റാം, പ്രഷറിനെ അകറ്റാം, ഷുഗറിനെ അകറ്റാം. ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചക്കപ്പഴം നമ്മുടെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു ആരോഗ്യപ്രദമായ ഒരു ഫ്രൂട്ട്സാണ്, അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗമാണ് ചക്ക. ഈ ചക്കയുടെ ചുള മാത്രം അരിഞ്ഞെടുത്തിട്ട് അത് ഉപ്പേരിയാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് ഈ ശരീരത്തിൽ അന്നത്തെ 24 മണിക്കൂറിൻ്റെ എനർജിയും ഒരു നേരത്തെ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടും. ആ ചക്ക ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് ഒരു ഉപ്പേരിയാക്കി കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തടി വെക്കാനും, തടിയില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തടി വെക്കാനും, രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിക്കാനും, രക്തചംക്രമണം അതായത് രക്തം ശുദ്ധീകരിക്കാനും ഒക്കെ ഈ ചക്ക ഗുണപ്രദമാണ്. ചക്ക 2 രീതിയിലുണ്ട്, പഴഞ്ചക്കയും വരിക്കച്ചക്കയും. ഈ 2 രീതിയിലുള്ള ചക്കയും ഏതൊക്കെ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അതായത് പഴഞ്ചക്കയാണെങ്കിൽ അത് നമുക്ക് കറികളാക്കിയിട്ട് ഉപയോഗിക്കാം, സാധാരണ ചക്ക വെക്കുന്ന പോലെ വെച്ച് കഴിക്കാം. അല്ലെങ്കിൽ പഴുത്ത ചക്ക ഇഷ്ടപ്പെടാത്തവർ, കുഴഞ്ചക്ക എന്നൊക്കെ പറയുന്ന ഈ പഴഞ്ചക്ക ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമ്മളത് മിക്സിയിലിട്ട് അടിച്ച് നല്ല ജ്യൂസ് രൂപത്തിലാക്കിയിട്ട് ജ്യൂസ് രൂപത്തിൽ ഒന്നൊക്കെ കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് അരിമാവും കൂട്ടിയിട്ട് പല രൂപത്തിൽ, ഗോതമ്പ് മാവോ അരിമാവോ ഉപയോഗിച്ച് പല രൂപത്തിലും ചക്ക അപ്പം ഇലയിൽ കൂട്ടിയിട്ട് ഉരുട്ടിയെടുത്തുകൊണ്ട് നെയ്യൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ കൂട്ടി വേവിച്ച് ആഹാര രീതിയിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് വെച്ച് കൊടുത്താൽ നമുക്ക് മാരകമായ ക്യാൻസറൊന്നും വരില്ല. പ്രഷർ, ഷുഗർ ഇവയൊന്നും ഉണ്ടാവില്ല. ശരീരത്തിലെ എല്ലാവിധ വേദനകളില്ലാതാക്കിക്കൊണ്ട് ശരീരത്തിന് പെട്ടെന്ന് നമുക്ക് രക്തം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നിത്യ യൗവനം വീണ്ടെടുക്കാൻ ഈ ചക്കപ്പഴം നല്ല ഒന്നാന്തരം ഔഷധമാണ്. വരിക്കച്ചക്കയാണെങ്കിലും വരിക്കച്ചക്ക നമ്മൾ കിട്ടുന്നതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കഴിക്കാൻ നോക്കുക. എല്ലാവരും പരമാവധി ശ്രമിക്കണം പഴഞ്ചക്കയല്ലാത്ത വരിക്കച്ചക്കയും കഴിക്കാൻ. പഴഞ്ചക്ക ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് നീക്കി വെക്കേണ്ട, അത് ഈ രീതിയിൽ രുചികരമാക്കി തീർത്തുകൊണ്ട് നമുക്ക് ഔഷധ പ്രയോഗമാക്കി മാറ്റാൻ പറ്റും. ചക്കേനെ കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഹൽവ ഉണ്ടാക്കാൻ പറ്റും, ചക്ക വരട്ടിയെടുക്കാം,
ചക്ക നെയ്യും ചേർത്തും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ട് വരട്ടിയിട്ട് നല്ല ഒരു ഭരണിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നമ്മളെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാം. നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. ധാതുപുഷ്ടി ഉണ്ടാവും, രക്തം ഉണ്ടാവും, അങ്ങനെ എല്ലാ രീതിയിലും ചക്ക നല്ലൊരു ഒന്നാന്തര ഔഷധമാണ്. അതുപോലെ തന്നെ പ്രകൃതിയുടെ ടോണിക് എന്നാണ് ഈ ചക്കപ്പഴത്തെ പറ്റി പറയുന്നത്. അതുപോലെ അതിൻ്റെ ചക്കക്കുരു എടുക്കുകയാണെങ്കിൽ ചക്കക്കുരു നമ്മൾ ഇതിന് അതിൻ്റെ ചുവന്ന അതിൻ്റെ തൂളി മാത്രം കളഞ്ഞിട്ട് അത് ചുവന്നതടക്കമുള്ള അതുകൊണ്ട് നമ്മൾ ആ ചക്കക്കുരു ഒന്നുകിൽ ഉപ്പേരിയാക്കി കഴിക്കാം, അതല്ലെങ്കിൽ പുട്ടുണ്ടാക്കി കഴിക്കാം. ചക്കക്കുരു വേവിച്ച് ആവിയിൽ നല്ല രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ടടിച്ച് അരിമാവോ ഗോതമ്പ് മാവോ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് കുഴക്കട്ടയാക്കിയിട്ടോ പുട്ടാക്കിയിട്ടോ ഏത് രീതിയിലും ആരോഗ്യ സംബന്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ക്യാൻസറിനെ അകറ്റാൻ പറ്റും. മറ്റുള്ള രോഗങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. വിഷാംശത്തെ നീക്കാൻ പറ്റും. വയറ് ശുദ്ധമാവും. പിന്നെ ഈ ആഹാര രീതികൾ നിങ്ങളൊന്ന് പരിപാലിച്ച് ഇങ്ങനെ ഇപ്പോൾ കിട്ടുന്ന ആഹാരങ്ങളെ നമ്മൾ പരമാവധി നമ്മൾ കഴിക്കാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യം ചക്കക്കുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മഴക്കാലമാകുമ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ അല്ലാത്ത രീതിയിൽ ഭരണികളിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സൂക്ഷിച്ച് വെച്ച് പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ തോല് പൊളിച്ചെടുക്കാൻ പറ്റും. നേരെ ചുവന്ന ചക്കക്കുരുവായിട്ട് കിട്ടും. ഈ ചക്കക്കുരു വെറുങ്ങനെ വേവിച്ച് ഞങ്ങൾ കാന്താരി മുളക് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ, ഷുഗർ, യാതൊരു വിധത്തിലുള്ള മനുഷ്യൻ്റെ അസുഖങ്ങളെ പാടെ ഒഴിവാക്കാൻ പറ്റും. ശരിക്കും ഇത് ചക്കക്കുരുവിൻ്റെ ഉപയോഗം ക്യാൻസറിനെ അകറ്റാൻ പെട്ടെന്ന് തന്നെ ക്യാൻസറിനെ അകറ്റാൻ പറ്റും. ഇതെല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക. ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഫ്രൂട്ട്സാണ് ഈ ചക്കപ്പഴം. ചക്കപ്പഴം പരമാവധി എല്ലാവരും ഉപയോഗിക്കാൻ നോക്കുക. എല്ലാ മാരക രോഗങ്ങളെയും അകറ്റി വിഷാംശമില്ലാത്ത ഈ ചക്കപ്പഴം എല്ലാവരും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 100 ആയുസ്സ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചക്കപ്പഴത്തെ എല്ലാവരും പ്രകൃതിയുടെ ടോണിക്കാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ സി, ധാതുക്കൾ, അയഡിൻ, വിറ്റാമിൻ ബി, ഡി ഇവയൊക്കെ ഉണ്ട്. മറ്റുള്ള ആശുപത്രിയിൽ പോയിട്ട് പൈസ കളയുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ വാങ്ങിയിട്ട് വിഷാംശമുള്ള ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചക്കപ്പഴം പരമാവധി ഉപയോഗിച്ച് കഴിക്കുക. നമ്മളത് പ്ലാവിനെ വെച്ച് പിടിപ്പിക്കുക, പരിപാലിക്കുക. അതിനെക്കൊണ്ട് ഇലകൾ, പ്ലാവിൻ്റെ ഇലയാണെങ്കിൽ തളിർത്തില നമ്മളത് ചെറുങ്ങനെ ഉപ്പേരിയാക്കി കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നമുക്ക് ഉപ്പേരിയാക്കിയിട്ട് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റുള്ള ഉപ്പേരികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്ലാവിൻ്റെ ഇല. ചെറിയത് തളിർത്ത് വരുന്ന ഇല എടുക്കുക, ചെറുങ്ങനെ അരിഞ്ഞെടുത്ത് അതിനകത്ത് തേങ്ങയും അരിയും ഒക്കെ ഉപയോഗിച്ച് നല്ല ഉപ്പേരിയാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ക്യാൻസറിനെ പോലുള്ളതിനെ അതായത് വിഷങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടുമുറ്റത്തൊരു പ്ലാവ് നടാൻ നോക്കുക. അതിൻ്റെ ചക്കയും അതിൻ്റെ മറ്റുള്ള നല്ല വിശിഷ്ടമായ പദാർത്ഥങ്ങൾ, ആ സസ്യങ്ങളിലുള്ള എല്ലാ ഗുണങ്ങളുള്ളതെല്ലാം നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക. എല്ലാവർക്കും ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ ആരോഗ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. എല്ലാവരും ഈ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്തേ. Like, subscribe and press bell button. Stay tuned for more videos.